ചേട്ടാ ഇറങ്ങുന്നില്ലേ? സമയമായി. ഈ കൂട്ടായ്മയിൽ അംഗങ്ങൾ ഒത്തുകൂടുന്ന ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. പരസ്പരം കാണാനും മനസ്സിലാക്കാനും കഴിയുന്നത് വലിയൊരു കാര്യമാണ്. ജീവിതത്തിൽ നാം എല്ലാവരും ഓട്ടത്തിലാണ്. ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ പേരുന്നവരുമുണ്ട്. അതിനിടയിൽ ആരാണ് ഒരു റിലാക്സ് ആഗ്രഹിക്കാത്തത്? മനുഷ്യ ഇപ്പോഴേത് നോക്കിയിരിക്കണം. സമയം എത്രയെന്ന് കണ്ടോ? രാത്രി വൈകിയോടെ നോക്കിയത് പോരാ. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് എത്ര ഫോളോവേഴ്സ് അറിയാമോ? FB ഫ്രണ്ട്സ് 5000 ആയി. ഓഫീസിൽ പോകുന്നില്ലെങ്കിലേ അത് നോക്കിയെങ്കിരുന്നു. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അയ്യോ പോണം. ഇന്ന് അനിൽകുമാർ സാറിൻ്റെ ഒരു പാർട്ടി ഉണ്ട്. ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങുകയും വേണം. അല്ലെങ്കിൽ വേണ്ട, സമയമായി, ബൈക്കിൽ പോകാം. എടി എടി ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടി ഓക്കെ ഓക്കെ ഓക്കെ. ഫോൺ വയ്ക്കരുത്. ഞാൻ ഇതെത്തി. ഒരു മിനിറ്റ്. ചേട്ടാ നിർത്തണോ? വേണ്ട, വെറുതെ. സാറേ ഹലോ ജയശങ്കർ, എങ്ങനെയുണ്ട്? ചെറിയ വേദനയുണ്ട്. രാവിലത്തെ മരുന്നെല്ലാം കഴിച്ചായിരുന്നോ? ആ കഴിച്ചു. ഇപ്പൊ എവിടെയാണ് വേദന? കാലിൽ വേദന ഉണ്ടോ? ഇടിച്ച ആളിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിരുന്നോ? ഇല്ല സാർ. ഇല്ല. അപ്പൊ ശരി. മധുവണ്ണ വാ. ജോലിയൊക്കെ നേരത്തെ കഴിഞ്ഞോ? ഇദ്ദേഹമാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നത്. കൃത്യസമയത്ത് എത്തിച്ചു. സാർ
എന്നെ മനസ്സിലായോ? ഞാൻ ജയശങ്കർ. ഹലോ ജയശങ്കർ, എന്തൊക്കെയുണ്ട്? സുഖമാണ് സാർ. സാർ ഇവിടെ? എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്നതാ. സാർ എൻ്റെ വീട് ഇവിടെ അടുത്താ. സാർ ഫ്രീ ആണെങ്കിൽ അത് മറ്റൊരു ദിവസമാവട്ടെ, ഇന്നൊരു പരിപാടി ഉണ്ട്. സാറിനെ കണ്ട സ്ഥിതിക്ക് ഒരു സെൽഫി. ഓ, സാർ ഇങ്ങോട്ട്. ശരി സാർ, കാണാം. അണ്ണാ പണിക്കൊന്നും പോണ്ടേ? ഏത് നേരവും കടത്തിന്നെ തന്നെ. ക്ഷമിക്കണം, ഞാനന്ന്. ഓ, അതൊന്നും സാരമല്ല സാറേ. ഞാൻ 2 ദിവസം മുമ്പ് വന്നിരുന്നു. സാർ ഐസിയുലായിരുന്നു. സാറിനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കുറഞ്ഞു വരുന്നു. 1-2 ദിവസം കഴിയുമ്പോ മുറിവൊക്കെ ഉണങ്ങും. എന്ത് ചെയ്യുന്നു? എനിക്ക് ടാപ്പിംഗ് പണിയാണ്. ഇതിരിക്കട്ടെ. അയ്യോ, ഇതൊന്നും വേണ്ട. ഇതിനൊന്നും പണം വാങ്ങാൻ പാടില്ല. എന്നാ ഞാൻ പോട്ടെ സാറേ, പിന്നെ കാണാം. ആളെ അറിയാമോ? കാശ് കൊടുത്തിട്ട് വാങ്ങിയില്ല. ഹേ, പണമൊന്നും വാങ്ങുന്ന ആളല്ല. എൻ്റെ വീടിന് തൊട്ടടുത്താ പുള്ളിയുടെ വീട്. വെളുപ്പിന് എണീറ്റ് ടാപ്പിങ്ങിന് പോവും. 10 മണിയാവുമ്പോൾ പിന്നെ ആരെങ്കിലും പണിക്ക് വിളിച്ചാൽ അതിനും പോകും. നാട്ടുകാരെ സഹായിക്കില്ല പ്രധാന പണി.